നസ്കർ പരമോന്നത നേതാവും സൈനിക തലവനുമടക്കം ഏതാണ്ട് 40-ലധികം ഉന്നതർ കൊല്ലപ്പെട്ടിട്ടും വർദ്ധിത വീര്യത്തോടെ ഇറാൻ പ്രത്യാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇറാന് സാധ്യമാകുന്ന തരത്തിലെല്ലാം ഇറാൻ അമേരിക്കയും ഇസ്രായേലിനെയും മാത്രമല്ല അറബ് രാജ്യങ്ങളുടെയും മേൽ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഇന്നലത്തേതിൻ്റെ തനി ആവർത്തനമായിരുന്നു ഇന്നും. ദുബായിലേക്കും മനാമയിലേക്കും ദോഹയിലേക്കുമൊക്കെ ഇറാൻ്റെ മിസൈലുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒട്ടുമിക്ക മിസൈലുകളെയും പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും പലയിടങ്ങളിലും മിസൈലുകളും ഡ്രോണുകളും വീണ് അപകടമുണ്ടാവുന്നു എന്ന റിപ്പോർട്ടുണ്ട്. ദോഹയിൽ 16ഓളം ഇടങ്ങളിൽ ഉഗ്രസ്ഫോടനമുണ്ടായെന്നും വലിയ പുകച്ചുരുളുകൾ ഉയരുന്നു എന്നുമാണ് ദൃക്സാക്ഷികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കുവൈറ്റിലെ അമേരിക്കൻ എംബസിക്ക് മുൻപിൽ ഉഗ്രസ്ഫോടനമുണ്ടായെന്നും അവിടെ നിന്ന് പുകച്ചുരുളുകൾ ഉയരുന്നെന്നും അവിടെയുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നു. കുവൈറ്റിലെ അമേരിക്കൻ എംബസിയുടെ പരിസര പ്രദേശത്തേക്ക് ആരും വരരുതെന്ന് അമേരിക്കൻ എംബസി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദുബായിലും അബുദാബിയിലും ഇന്നും സ്ഫോടനങ്ങൾ നടന്നു. ബഹ്റൈൻ തലസ്ഥാനമായ മനാമയിൽ തുടർച്ചയായ ആക്രമണമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇറാൻ തുടർച്ചയായി അയൽ രാജ്യങ്ങളെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ഈ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഒന്നും തന്നെ ഇതുവരെ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ലെങ്കിലും അമേരിക്കയെ പിന്തുണയ്ക്കുന്നു എന്ന തരത്തിൽ ഇറാൻ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് ഈ രാജ്യങ്ങൾക്കെതിരെയാണ്. ഇത് സൂചിപ്പിക്കുന്നത് യുദ്ധം ഉടനെങ്ങും അവസാനിക്കില്ലെന്നും അവസാന നിമിഷം വരെ ഇറാൻ്റെ ചെറുത്തുനിൽപ്പ് തുടരുമെന്നുമാണ്. അമേരിക്ക സ്വപ്നം കാണുന്നത് ഇറാനിൽ ആഭ്യന്തര കലാപമുണ്ടാകുമെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡും ഇറാനിയൻ മിലിറ്ററി പോലീസുമൊക്കെ ഭരണാധികാരികൾക്കെതിരെ രംഗത്തെത്തി അമേരിക്കയുമായി വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ച് ഭരണം അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കുമെന്നുമാണ്. എന്നാൽ ഭരണാധികാരികൾ കൊല്ലപ്പെട്ടിട്ടും ഇറാൻ പട്ടാളമോ പോലീസോ അല്പം പോലും പിന്നോട്ട് പോവാതെ ചെറുത്തുനിൽപ്പ് തുടരുന്നത് അമേരിക്കയും ഇസ്രായേലിനെയും ആശങ്കയിലാക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇത് അന്തിമ യുദ്ധമാണ്. ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധം അതിടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കുകയില്ല. എത്ര ദിവസങ്ങൾ നീണ്ടാലും യുദ്ധം വിജയിച്ച് അവസാനിപ്പിക്കൂ എന്ന് അമേരിക്കയും പറയുന്നു. അതിനിടയിൽ കുവൈറ്റിൽ അമേരിക്കയുടെ ഒരു യുദ്ധവിമാനം തകർന്നു വീണത് അഭ്യൂഹങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നു. അമേരിക്കൻ വ്യോമസേനയുടെ F-15 യുദ്ധവിമാനമാണ് കുവൈറ്റിൽ ഇന്ന് രാവിലെ തകർന്നു വീണത്. ആ യുദ്ധവിമാനത്തെ തങ്ങളുടെ മിസൈൽ തകർത്തതാണെന്ന് ഇറാൻ അവകാശപ്പെടുമ്പോഴും അമേരിക്കൻ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയുടെ തന്നെ വ്യോമ പ്രതിരോധ സംവിധാനം റഡാറിലെ വീഴ്ച കൊണ്ട് സെൽഫ് ഗോളായി മാറിയതാണെന്നാണ്. അമേരിക്കയുടെ MIM-104 പാട്രിയറ്റ് എയർ ഡിഫൻസ് സിസ്റ്റം ശത്രുവിൻ്റെ വിമാനം എന്ന് തെറ്റിദ്ധരിച്ച് സിഗ്നലിൽ മാറ്റമുണ്ടായപ്പോൾ അമേരിക്കയുടെ തന്നെ വിമാനം തകർത്തതാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇത്തരത്തിലാണ് അമേരിക്കൻ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. എന്നാൽ ഈ വാർത്ത ഇന്ത്യയിലെയും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലെയും പത്രങ്ങളിൽ മാത്രമാണ് വന്നിരിക്കുന്നത്. അമേരിക്കൻ മാധ്യമങ്ങൾ F-15 യുദ്ധവിമാനം തകർന്നു വീണതിനെക്കുറിച്ച് ഇന്നേവരെ ഔദ്യോഗികമായി ഒരു കുറിപ്പും എഴുതിയിട്ടില്ല. ഇറാൻ്റെ അവകാശവാദം പൊള്ളയാണെന്നും അമേരിക്കയുടെ തന്നെ കയ്യബദ്ധത്തിൽ വീണതാണെന്നും പറഞ്ഞ് ന്യായീകരിക്കുന്നു. പൈലറ്റുമാരും മറ്റു ജീവനക്കാരും പാരച്യൂട്ടിൽ രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഈ വിമാനാപകടത്തിൽ ആർക്കും ജീവഹാനിയില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനിടയിൽ ഇസ്രായേൽ മറ്റൊരു യുദ്ധമുഖം കൂടി തുറന്നു എന്ന് ഔദ്യോഗികമായി തന്നെ അവർ വ്യക്തമാക്കിയിരിക്കുന്നു. ഇസ്രായേൽ എപ്പോൾ യുദ്ധത്തിനിറങ്ങിയാലും അവരെ പ്രതിരോധത്തിലാഴ്ത്താൻ ഇറാൻ്റെ പ്രോക്സി സംഘങ്ങളായ ഹിസ്ബുള്ളയോ ഹൂത്തികളോ രംഗത്തിറങ്ങാറുണ്ട്. ഇക്കുറി ഹിസ്ബുള്ള വർദ്ധിത വീര്യത്തോടെ ഇസ്രായേലിന് നേരെ മിസൈലുകൾ തൊടുത്തുവിടുകയായിരുന്നു. ലെബനോനിൽ നിന്ന് ഹിസ്ബുള്ള അയച്ച മിസൈലുകൾ ചില നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതായി റിപ്പോർട്ടുണ്ട്. ലെബനീസ് പ്രസിഡന്റ് ഹിസ്ബുള്ളയ്ക്കെതിരെ രംഗത്ത് വരികയും ആ മേഖലയിലെ സമാധാനം ഇല്ലാതാക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ പറയുന്നത് ലെബനനിൽ പുതിയ യുദ്ധമുഖം തുറന്നു കഴിഞ്ഞെന്നും ഹിസ്ബുള്ളയെ പാഠം പഠിപ്പിച്ച് അവസാനിപ്പിക്കൂ എന്നുമാണ്. ഇന്നൊരു ദിവസം മാത്രമായി യുദ്ധം ചെയ്തതല്ല, ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലൊക്കെ ഇസ്രായേൽ സേനയുടെ ഒരു വിഭാഗം ലെബനോൻ കേന്ദ്രീകരിച്ച് യുദ്ധത്തിലേർപ്പെടുമെന്ന് ഇസ്രായേൽ വിശദീകരിച്ചിട്ടുണ്ട്. അമേരിക്കയുടെയും അറബ് രാജ്യങ്ങളുടെയും മധ്യസ്ഥതയിൽ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ ഇടയ്ക്ക് വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടിരുന്നു. ആ വെടിനിർത്തൽ കരാർ ലംഘിച്ചാണ് ഹിസ്ബുള്ള അവസരം മുതലെടുക്കാൻ വേണ്ടി ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചത്. ഈ പശ്ചാത്തലത്തിൽ വെടിനിർത്തൽ അപ്രസക്തമായി എന്ന് പറഞ്ഞ് ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേൽ പുതിയ യുദ്ധമുഖം തുറന്ന് ബോംബാക്രമണം ശക്തമാക്കുകയായിരുന്നു. 31 പേർ ബെയ്റൂട്ടിൽ കൊല്ലപ്പെട്ടെന്നും അനേകം പേർക്ക് പരിക്കേറ്റെന്നും
ലെബനീസ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ മരണസംഖ്യ അതിലും കൂടുതലാണെന്നാണ് റിപ്പോർട്ടുകൾ. ലെബനനിൽ കൂടി യുദ്ധമുഖം തുറന്ന് ഹിസ്ബുള്ളയെ പൂർണ്ണമായും തുടച്ചു നീക്കാനുള്ള ശ്രമമാണ് ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത്. ഇറാനിൽ യുദ്ധം ചെയ്യുന്നത് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായാണെങ്കിൽ ലെബനനിൽ ഹിസ്ബുള്ളയെ നേരിടുന്നത് ഇസ്രായേൽ ഒറ്റയ്ക്കാണ്. ഹൂത്തികളോ ഹമാസോ ഹിസ്ബുള്ളയോ ഇസ്രായേലിനെ ഈ സാഹചര്യത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അവരെ പാഠം പഠിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ ഇസ്രായേൽ പറഞ്ഞിരുന്നു. ചുരുക്കി പറഞ്ഞാൽ യുദ്ധം അവസാനിക്കുന്ന സൂചനകളൊന്നുമില്ല. പുതിയ യുദ്ധമുഖം തുറന്നതോടെ ഇറാനെ അവസാനിപ്പിക്കുന്നതുവരെ, ഇറാൻ്റെ പ്രോക്സി ഭീകര സംഘടനകളെ ഇല്ലാതാക്കുന്നതുവരെ ഇസ്രായേലിൻ്റെ പോരാട്ടം തുടരുമെന്ന് തീർച്ച. ഇറാനിൽ പുതിയ ഭരണമാറ്റമുണ്ടാവാതെ വിശ്രമിക്കില്ല എന്ന് അമേരിക്കയും പ്രഖ്യാപിച്ചിട്ടുണ്ട്.